കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ഘനവനങ്ങളുടെയും പർവ്വത ശിഖരങ്ങളുടെയും നടുവിൽ മറഞ്ഞുകിടക്കുന്ന മഹത്തായ ഒരു ദൈവഭൂമിയുണ്ട്, ശബരിമല. ഇത് കേവലം ഒരു ക്ഷേത്രമല്ല, ഒരു ആത്മീയ പരീക്ഷണ കേന്ദ്രം കൂടിയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് എത്തുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രദേശം എന്ന പേരും കൂടി ശബരിമലയ്ക്കുണ്ട്. എന്നാൽ ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ശബരിമലയിൽ മറഞ്ഞു കിടക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ശബരിമലയുടെ രഹസ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ശബരിമലയിലെ ദേവൻ ശ്രീ അയ്യപ്പൻ ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ജനനമായിട്ടാണ് അയ്യപ്പനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ശിവന്റെയും മോഹിനിയായിട്ടുള്ള വിഷ്ണുവിന്റെയും സംയോജനത്തിൽ പിറന്ന ഒരു ഹരിഹരപുത്രൻ, മഹിഷാസുരനെ നശിപ്പിക്കാൻ ഭൂമിയിൽ അവതരിച്ച ദൈവം, ബാല്യത്തിലെ അസാധാരണമായ ശക്തി കൈവന്ന ഒരു കുട്ടി, പന്തളം രാജാവിന്റെ ദത്തുപുത്രൻ. പക്ഷേ ചോദ്യം ഇതാണ്: ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജീവിച്ചോ, അതോ മനുഷ്യൻ ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടതാണോ? ഈ ഒരു സംശയം തന്നെയാണ് ശബരിമലയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ശബരിമലയുടെ ആദ്യ രഹസ്യം എന്ന് പറയുന്നത്. ശബരിമല ദർശനത്തിന് മുൻപ് ഒരു 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശബരിമലയുടെ ചരിത്രം തുടങ്ങുന്നത് മുതലേ തന്നെ ഈ ഒരു അനുഷ്ഠാനങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കേവലം ആചാരം എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ബ്രഹ്മചര്യം, അതോടൊപ്പം തന്നെ ലഹരികൾ, മാംസാഹാരങ്ങൾ ഒഴിവാക്കൽ, അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് 41 ദിവസം പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ മന്ത്രജപങ്ങളും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ദൈവദർശനത്തിന് മുൻപ് പൂർണ്ണമായി ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഇതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള വിശദീകരണങ്ങൾ നോക്കുകയാണെങ്കിൽ 41 ദിവസത്തെ ഈ ഒരു വ്രതം മൂലം ഒരു മനുഷ്യന്റെ മനസ്സ് അസാധാരണമായ രീതിയിൽ ശാന്തമാവുകയും അവന്റെ ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയുകയും ഇതോടുകൂടി മസ്തിഷ്കം പൂർണ്ണമായിട്ട് ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. അഥവാ ദൈവത്തെ ദർശിക്കുന്നതിന് മുൻപ് മനുഷ്യനെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയ എന്ന് തന്നെ നമുക്ക് ഈ ഒരു 41 ദിവസത്തെ വ്രതത്തിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ശബരിമലയെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്: എന്തുകൊണ്ടാണ് 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ലാത്തത് എന്ന്. ശബരിമലയുടെ പ്രവേശനത്തിന്റെ കാര്യം പറയുമ്പോൾ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും 50 വയസ്സിന് മുകളിലേക്കുള്ള പെൺകുട്ടികൾക്കും ശബരിമലയിലേക്ക് എൻട്രൻസ് എന്ന് പറയുന്നത് അലൗഡ് ആണ്. എന്നാൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ ശബരിമലയിലെ നിയമമായിട്ട് ഉള്ളത്? വിശ്വാസങ്ങൾ പറയുന്നതനുസരിച്ച് അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. മാളികപ്പുറത്തമ്മ അയ്യപ്പന് വേണ്ടി കാത്തു നിൽക്കുന്ന ദേവിയും. കന്യമാരില്ലാത്ത കാലം വരുമ്പോൾ ഞാൻ വിവാഹം കഴിക്കും. ഈ ഒരു ഐതിഹ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസവാക്യത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആചാരം ശബരിമലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ത്രീ വിരോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ വ്രതം മനുഷ്യരായിട്ട് പിന്തുടരുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ആചാരത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശബരിമലയുടെ മിസ്റ്ററീസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ശാസ്ത്രവും വിശ്വാസവും മുഖാമുഖം നിൽക്കുന്ന ശബരിമലയിലെ ഏറ്റവും വലിയ മിസ്റ്ററി ആയി കണക്കാക്കുന്ന ഒന്നാണ് മകരജ്യോതി വെളിച്ചം എന്ന് പറയുന്നത്. എന്താണ് മകരജ്യോതി വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മകരസംക്രമണ രാത്രിയിൽ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത വനമേഖലയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രകാശം തെളിയുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഭയത്തോടു കൂടി നോക്കി കാണുന്ന ഒരു വെളിച്ചമാണ് ഈ പറയുന്ന മകരജ്യോതി വെളിച്ചം എന്ന് പറയുന്നത്. ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് അത് ദൈവം കൊളുത്തുന്ന തിരിയാണ് എന്നാണ് വിശ്വാസങ്ങളിൽ പറയുന്നത്. എന്നാൽ അത് മനുഷ്യർ കൊളുത്തുന്ന കേവലം തിരി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. എന്നാൽ ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ മുഖാമുഖം ചേരുന്ന ശബരിമലയിലെ ഏറ്റവും വലിയ രഹസ്യമാക്കി കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മകരജ്യോതി വെളിച്ചം എന്ന് പറയുന്നത്.
ശബരിമലയിലെ മറ്റൊരു മിസ്റ്റീരിയസ് പ്ലേസ് ആക്കി കണക്കാക്കുന്ന ഒരു പ്രദേശമാണ് കാന്തമല എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കാന്തമല ഇത്രയധികം മിസ്റ്റീരിയസ് ആയിട്ട് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്ത് ഈ ഒരു പ്രദേശത്ത് വന്നു കഴിയുമ്പോൾ കോമ്പസുകൾ ശരിയായ രീതിയിലൊന്നും പ്രവർത്തിക്കാറില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് ദിക്കുകൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊരു മിസ്റ്ററി ആയിട്ടാണ് കണക്കാക്കുന്നത് എങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്, ഭൂമിയിലെ കാന്തിക വ്യതിയാനം അല്ലെങ്കിൽ കാന്തിക ആകർഷണം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന കാന്തമല എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കോമ്പസുകൾ ആ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ തെറ്റുന്നത് അല്ലെങ്കിൽ ദിശകൾ പ്രോപ്പറായിട്ട് കാണിച്ചു തരാത്തത് എന്നാണ് ശാസ്ത്രത്തിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്. ഇരുമുടിക്കെട്ട് ദൈവത്തെ മുൻപിലും മനുഷ്യനെ പിന്നിലും വെക്കണം എന്ന ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്ത് വരുന്ന ഒരു ആചാരമാണ് ഈ പറയുന്ന ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത്. ഇരുമുടിക്കെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ മുൻഭാഗം വലിയ രീതിയിലും പിൻഭാഗം ചെറിയ രീതിയിലും കെട്ടുന്ന ഒരു കെട്ടിനെയാണ് ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ മുൻപിലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പിറകിലും വെക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന ഇരുമുടിക്കെട്ട് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും 5 കോടിയിലധികം ആളുകളാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ മന്ത്രം, ഒരേ വേഷം, ഒരേ ലക്ഷ്യം. എല്ലാ മനുഷ്യരും ഒരേ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരേ മനസ്സോടുകൂടി ഒരുമയോടുകൂടി നടത്തുന്ന ഇത്തരം ഒരു യാത്ര ലോകത്ത് നമുക്ക് വേറെ എവിടെയും തന്നെ കാണാനായിട്ട് കഴിയുകയില്ല. അത്രയധികം ഒരുമയോടുകൂടിയാണ് ശബരിമലയിൽ ആളുകൾ കയറുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രമോ ആചാരമോ അല്ലെങ്കിൽ മതവാദമോ ഇതൊന്നും റിലേറ്റഡ് ആയിട്ടുള്ള കേവലം ഒരു ടെമ്പിൾ എന്ന രീതിയിലല്ല കണക്കാക്കുന്നത്. മറിച്ച് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു ആത്മീയ പരീക്ഷണ കേന്ദ്രം എന്ന് തന്നെ നമുക്ക് ശബരിമലയെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകളാണ് ഈ ഒരു പ്രദേശത്തേക്ക് ആത്മീയ ശുദ്ധി പ്രാപിക്കാനായിട്ട് കടന്നു വരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ശബരിമല ഇത്രയധികം മിസ്റ്റീരിയസ് ആയിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി പ്ലേസ് അല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ പറയുന്ന വിശ്വാസങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങളൊന്നും മനസ്സിലാകാത്ത ആളുകൾക്കാണ് ശബരിമല വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് എന്നൊരു ഫീലൊക്കെ തോന്നുന്നത്. ആ ഒരു ശബരിമലയുടെ ഒരു ഡിവൈൻ ഫീലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ശബരിമല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സാധാരണമായിട്ടുള്ള ഒരു ആത്മീയ പരീക്ഷണ കേന്ദ്രമായിട്ടാണ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.